സമൂഹ മാധ്യമങ്ങളിൽ തുടർച്ചയായി വിദ്വേഷം പ്രചരിപ്പിച്ചുകൊണ്ടിരുന്ന, വർഗീയത പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കള്ളസ്വാമിയെ ഇന്ന് മലപ്പുറം സൈബർ പോലീസ് തൂക്കിയിരിക്കുകയാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇയാളെ കുറിച്ചുള്ള പല ചർച്ചകളും പല സ്ഥലങ്ങളിലും ഞാൻ കണ്ടിരുന്നു. ഇയാൾ നേരത്തെ വലിയ ഇസ്ലാം പ്രേമിയായിരുന്നു. മുസ്ലിങ്ങളോടൊപ്പം നിന്ന് അവരെ പുകഴ്ത്തി പല വാർത്തകളും ചെയ്യുമായിരുന്നു, പല വീഡിയോകളും ചെയ്യുമായിരുന്നു. അന്നേ അയാളെ കുറിച്ചൊരു സംശയം തോന്നിയിരുന്നു. പലരും ആ സംശയം പങ്കുവച്ചിരുന്നു. പിന്നെ ഒരാളെ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ സംശയങ്ങൾ പറയുന്നത് കേട്ട്, അവരുടെ ഉള്ളിലുള്ള കാര്യങ്ങൾ പറഞ്ഞത് കേട്ട് നമുക്ക് അങ്ങനെ ചിന്തിക്കാൻ കഴിയില്ലല്ലോ. അതുകൊണ്ട് അയാളെ കുറിച്ച് ഒരിക്കലും അങ്ങനെ ചിന്തിച്ചിരുന്നില്ല. പിന്നീട് അയാളുടെ തനിനിറം കാണിച്ചു. ഷിബുസ്വാമി എന്നൊക്കെ അയാളെ കുറിച്ച് ചില ആളുകൾ വിശേഷിപ്പിക്കാറുണ്ട്. 2 ചാനൽ ഇയാൾക്കുണ്ട് ഇവിടെ യൂട്യൂബിൽ. നേരത്തെ ഉണ്ടായിരുന്ന ചാനൽ ഇവിടെ ബ്രഹ്മ കോഗ്നിഷൻ എന്ന് പറയുന്ന ഒരു ചാനലാണ്. അതിനുശേഷം ഇയാൾ ആ ചാനലിൽ അയാൾക്ക് പരസ്യങ്ങളൊന്നുമില്ല, വരുമാനമില്ല എന്ന് പറഞ്ഞ് ബ്രഹ്മ ബൂമർ എന്ന് പറഞ്ഞൊരു ചാനൽ ഉണ്ടാക്കി. ഇപ്പോൾ കൂടുതൽ വീഡിയോ അതിലാണ് ചെയ്യുന്നത്. എന്തായാലും വീഡിയോകൾക്ക് റീച്ച് കുറഞ്ഞപ്പോൾ ഇയാളുടെ തനിനിറം കാണിച്ചു. വർഗീയത പറയുന്നതാണ് നല്ലത് എന്ന് തോന്നി ഇയാൾ ആ വഴിക്ക് തിരിഞ്ഞു. പിന്നീട് തുടർച്ചയായി ഇവിടെ ഇസ്ലാമിനെ കുറ്റം പറയുക, അതുപോലെ തന്നെ പണ്ഡിതന്മാരെ കുറ്റം പറയുക, മുസ്ലിം ലീഗിനെ കുറ്റം പറയുക. ഈ കഴിഞ്ഞ ദിവസം മുസ്ലിം ലീഗ് നേതാവും ബഹുമാനപ്പെട്ട മന്ത്രിയുമായിട്ടുള്ള പി.കെ. കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ കുറിച്ച് ഇയാൾ നിലവിളക്ക് വിഷയവുമായി ബന്ധപ്പെട്ട് വളരെ മോശപ്പെട്ട ഒരു വീഡിയോ ചെയ്തു. ഈ വീഡിയോയുമായി ബന്ധപ്പെട്ട് മലപ്പുറം സൈബർ പോലീസ് ഇയാൾക്കെതിരെ സ്വമേധയാ ഒരു കേസെടുത്തു. സോഷ്യൽ മീഡിയ പട്രോളിംഗിന്റെ ഭാഗമായി പരിശോധിച്ചപ്പോഴാണ് ഇവിടെ യൂട്യൂബിൽ ഇയാൾ ചെയ്ത ഒരു വീഡിയോ പോലീസിന്റെ ശ്രദ്ധയിൽപ്പെട്ടത്. മലപ്പുറത്തൊരു ചടങ്ങിൽ പി.കെ. കുഞ്ഞാലിക്കുട്ടി നിലവിളക്ക് കൊളുത്തിയില്ല. നിലവിളക്ക് കൊളുത്താതിരുന്ന കുഞ്ഞാലിക്കുട്ടിക്ക് നിലവിളക്ക് ഹറാമാണ്, എന്നാൽ മറ്റു ചില കാര്യങ്ങൾ കുഞ്ഞാലിക്കുട്ടിക്ക് ഹലാലാണ് എന്നൊക്കെ പറഞ്ഞ് ഇവിടെ മതപരമായിട്ടുള്ള വിശ്വാസവുമായി ബന്ധപ്പെട്ടുള്ള ചില കാര്യങ്ങൾ ഉൾപ്പെടുത്തി ഇരു വിഭാഗങ്ങളെ തമ്മിൽ അടുപ്പിക്കുന്നതിന് വേണ്ടി ഒരു വീഡിയോ ചെയ്തു. ഈ വീഡിയോയുമായി ബന്ധപ്പെട്ടാണ് ഇയാൾക്കെതിരെ മലപ്പുറം സൈബർ പോലീസ് കേസെടുത്തത്. ഈ കേസിന്റെ എഫ്ഐആറിൽ ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള വിശദമായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. എന്തായാലും ഇത്തരത്തിലുള്ള കേസുകൾ എടുത്താൽ പലപ്പോഴും നടപടികൾ ഉണ്ടാകാറില്ല. ഇവിടെ നടപടി ഉണ്ടായി എന്നുള്ളതാണ് സന്തോഷകരമായിട്ടുള്ള ഒരു വാർത്ത. UK ഷാജഹാൻ എന്നു പേരുള്ള SHOയെ കുറിച്ച് ഞാൻ പലപ്പോഴും നിങ്ങളോട് പല സമയങ്ങളിലും പറഞ്ഞിട്ടുണ്ട്. കുന്നംകുളത്തെ SHO ആയിട്ട് ഇരുന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ചാവക്കാട്, കോഴിക്കോട്, അതുപോലെ മലപ്പുറം ജില്ലയിലെ മങ്കട പോലീസ് സ്റ്റേഷൻ, അങ്ങനെ പല പോലീസ് സ്റ്റേഷനുകളിലും ഇദ്ദേഹം SHO ആയി സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. ഇരുന്ന സ്ഥലങ്ങളിലൊക്കെ തൊട്ടതെല്ലാം പൊന്നാക്കിയ ഒരു SHO ആണ്. കേസെടുത്തപ്പോഴേ, സൈബർ പോലീസാണ് കേസെടുത്തത് എന്നറിഞ്ഞപ്പോഴേ ഞാൻ ഏറെക്കുറെ ഉറപ്പിച്ചിരുന്നു ഇയാളുടെ കാര്യം തീരുമാനമായി എന്ന്. എന്തായാലും സന്തോഷകരമായിട്ടുള്ള ആ വാർത്ത ഇപ്പോൾ ലഭിച്ചിരിക്കുകയാണ്. ഈ ഷിബുസ്വാമിയെ, ഈ കള്ളസ്വാമിയെ പോലീസ് ഇന്ന് അറസ്റ്റ് ചെയ്തിരിക്കുന്നു. അതിന്റെ കൂടുതൽ വിവരങ്ങളൊന്നും ലഭ്യമായിട്ടില്ല. എന്തായാലും പോലീസ് ഇയാളുടെ മാളത്തിൽ പോയി തന്നെ തൂക്കിയിട്ടുണ്ട്. അതായത് ഇവിടുത്തെ മുസ്ലിം മതവിഭാഗത്തിൽപ്പെട്ട ആളുകളോട് ഇയാൾ നടത്തിയ അഭ്യർത്ഥനയുടെ ഭാഗമായി ഇയാൾക്ക് പണിത് കൊടുത്ത ഒരു വീടാണ് തമിഴ്നാട്ടിൽ ഉള്ളത് എന്നാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ആ വീട്ടിൽ നിന്ന് തന്നെ ഇയാളെ പോയി പൊക്കിയിട്ടുണ്ട്. എന്തായാലും ഈ കേസിന് ആസ്പദമായിട്ടുള്ള വീഡിയോ ഇയാൾ യൂട്യൂബിൽ നിന്ന് റിമൂവ് ചെയ്തു. ഇയാൾക്കെതിരെ കേസെടുത്തു എന്ന് പറഞ്ഞ് 5 മണിക്കൂർ മുമ്പ് ഈ ബ്രഹ്മ കോഗ്നിഷൻ എന്ന് പറയുന്ന ചാനലിൽ ഇയാൾ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. എന്തായാലും ആ വീഡിയോ ചെയ്തതിന്റെ ചൂടാറുന്നതിന് മുമ്പ് തന്നെ ഒളിച്ചിരിക്കുന്ന മാളത്തിൽ പോയി മലപ്പുറം സൈബർ പോലീസ് പോയി തൂക്കിയിട്ടുണ്ട്. പോലീസിന് എല്ലാവിധ അഭിനന്ദനങ്ങളും. ഇത്തരത്തിൽ വർഗീയത പറയുന്ന, വിദ്വേഷം പ്രചരിപ്പിക്കുന്ന ആളുകൾക്കെതിരെ ശക്തമായ നടപടി ഇനിയും ഉണ്ടാകണം. ഇതുപോലെ ചില ആളുകളുണ്ട്. ഈ കഴിഞ്ഞ ദിവസവും സന്തോഷകരമായ മറ്റൊരു വാർത്ത ശ്രദ്ധയിൽപ്പെട്ടു. രാജൻ ജോസഫ് എന്ന് പറയുന്ന ഒരു യൂട്യൂബറെ ഇവിടെ പോലീസ് അറസ്റ്റ് ചെയ്ത ഒരു വാർത്തയാണ്. ശ്രീനാദേവി കുഞ്ഞമ്മ എന്ന് പറയുന്ന പത്തനംതിട്ടയിലെ ഒരു കോൺഗ്രസ് വനിതാ നേതാവിന്റെ പരാതിയിലായിരുന്നു നടപടി. പോലീസ് പിടിച്ചുകൊണ്ട് വരുന്ന സമയത്ത് ഇയാളെ 20ഓളം കോൺഗ്രസ് പ്രവർത്തകർ കൈകാര്യം ചെയ്ത വാർത്തയും പുറത്തു വന്നിരുന്നു. എന്തായാലും ഇവിടെ ഇത്തരത്തിലുള്ള വാർത്തകൾ ഇനിയും കേൾക്കാനാകട്ടെ. ഷിബുസ്വാമി തൽക്കാലം അഴിയെണ്ണട്ടെ, ഉണ്ട തിന്നട്ടെ. എല്ലാവിധ ആശംസകളും ഞാൻ ഷിബുസ്വാമിക്ക് ഈ ഒരു അവസരത്തിൽ നേരുകയാണ്. അതുപോലെ തന്നെ മലപ്പുറം പോലീസിന് എന്റെ വക ഒരു ബിഗ് സല്യൂട്ട്. അതിലപ്പുറമൊന്നും ഈ ഒരു സാഹചര്യത്തിൽ പറയാനില്ല.